സാമ്പത്തിക വർഷം അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ സംസ്ഥാനത്ത് അതിരൂക്ഷ ധനപ്രതിസന്ധി. ഈ മാസത്തെ ചെലവുകൾക്കായി മാത്രം സർക്കാരിന് വേണ്ടത് 2500 കോടി രൂപ. 5990 കോടി രൂപയ്ക്ക് കേന്ദ്രം അനുമതി നൽകിയിട്ടുണ്ട്. 6000 കോടി രൂപ കടമെടുക്കാൻ അനുമതി നൽകണമെന്നാണ് സംസ്ഥാനം ഇപ്പോൾ ആവശ്യപ്പെട്ടത്. കൂടുതൽ വിവരങ്ങളുമായി ടിൻഡു ദാസ ചേർന്നുണ്ട്. ടിൻഡു, നമുക്കറിയാം ധനപ്രതിസന്ധി രൂക്ഷമാകുമ്പോഴും സംസ്ഥാന സർക്കാർ ദൂർത്ത് തുടരുന്ന നിരവധി കാഴ്ചകൾ അല്ലെങ്കിൽ നിരവധി തീരുമാനങ്ങൾ നമ്മൾ കണ്ടിരുന്നു. എന്നാൽ ഇപ്പോഴും ഈ ഒരു ധനപ്രതിസന്ധി അതിനെ അതിജീവിക്കാനുള്ള ഒരു നീക്കമാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. എന്നിരുന്നാൽ കൂടിയും മുൻപ് നടത്തിയ ദൂർത്തുകളൊന്നും നമുക്ക് പറയാതിരിക്കാനും പറ്റില്ല. തീർച്ചയായും വിഷ്ണു, സംസ്ഥാനം അതിരൂക്ഷമായിട്ടുള്ള ധനപ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ മാസം മുന്നോട്ട് പോകാൻ തന്നെ ഏതാണ്ട് 2500 കോടി രൂപയുടെ ആവശ്യമുണ്ട്. അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിനോട് 6000 കോടി രൂപ കടമെടുക്കാനുള്ള അനുമതി തരണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അപ്പോൾ കേന്ദ്ര സർക്കാർ ഏതാണ്ട് 5590 കോടി രൂപ കടമെടുക്കാനുള്ള അനുമതി നൽകി. ഏതാണ്ട് 10 കോടി രൂപ മാത്രമാണ് കുറവുള്ളത്. എന്നിട്ട് പോലും സംസ്ഥാന സർക്കാരിന് മുന്നോട്ട് പോകാനുള്ള അല്ലെങ്കിൽ ആ തുക കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല എന്ന് വേണം മനസ്സിലാക്കേണ്ടത്. KSEBയിലെ ഇടപെടൽ, പങ്കാളിത്ത പെൻഷനിലെ ഇടപെടൽ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഏതാണ്ട് 12000 കോടി രൂപയോളം വായ്പ എടുക്കാൻ സംസ്ഥാനത്തിന് കഴിയുമെന്ന് ചൂണ്ടിക്കാട്ടി കേന്ദ്രത്തെ അറിയിച്ചിട്ടുണ്ട്. നിലവിൽ ട്രഷറിയിലേക്ക് അധിക തുക, അതായത് വകുപ്പുകൾ ബാങ്കുകളിൽ നിക്ഷേപിച്ചിരിക്കുന്ന തുക ട്രഷറിയിലേക്ക് മാറ്റാനായിട്ട് സംസ്ഥാന സർക്കാരും ധനവകുപ്പും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അങ്ങനെ ട്രഷറിയിലേക്ക് മാറ്റുകയാണെങ്കിൽ ഈ സാമ്പത്തിക വർഷം ബില്ലുകളൊന്നും മുടങ്ങാതെ സംസ്ഥാന സർക്കാരിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നുമാണ് വിശ്വാസം. അതോടൊപ്പം തന്നെ ബിവറേജസ് കോർപ്പറേഷൻ, ഇന്ധന കമ്പനികൾ തുടങ്ങിയ ഇടങ്ങളിൽ നിന്നുമൊക്കെ തുക നേരത്തെ തന്നെ നികുതി പണം വാങ്ങാനുള്ള തീരുമാനം ധനവകുപ്പ് എടുത്തിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ നിലവിലെ സാഹചര്യത്തിലെ പ്രതിസന്ധി 1% അല്ലെങ്കിൽ കുറച്ചെങ്കിലും പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാമെന്നാണ് ധനവകുപ്പിന്റെ വിലയിരുത്തൽ. എന്നിരുന്നാലും സംസ്ഥാനം അതിരൂക്ഷമായിട്ടുള്ള ഒരു ധനപ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നു എന്ന് വേണം വിലയിരുത്താൻ. കാരണം അടുത്ത ആഴ്ചകളിൽ സംസ്ഥാനം ട്രഷറി നിയന്ത്രണത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഓവർ ഡ്രാഫ്റ്റ് ആകാനുള്ള സാധ്യതയെ മുന്നിൽ കാണുന്നുണ്ട്. വിഷ്ണു, ശരി, ടിൻഡു ദാസാണ് വിവരങ്ങൾ നൽകിയത്.